ഇവിടെ ഒരു ടിവിയിൽ കൊറിയൻ വാറിൽ പിരിഞ്ഞുപോയ ഫാമിലിയെ കണ്ടുപിടിച്ചു തരുന്ന ഒരു ടിവി പ്രോഗ്രാം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻക്കും കാണാതെ പോയ അവന്റെ അച്ഛനെയും സിസ്റ്ററെയും കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹം തോന്നി. കാരണം ഇവൻ ചെറുതായിരുന്നപ്പോൾ നടന്ന വാറിൽ അവർ തമ്മിൽ പിരിഞ്ഞതാണ്. അവസാനം ആ പ്രോഗ്രാമിലേക്ക് പോയി വന്നത് അച്ഛന്റെ അടയാളവും സിസ്റ്ററുടെ ഡ്രസ്സിൽ നിന്ന് കീറിപ്പോയ ഒരു ഡ്രസ്സിന്റെ പീസും അടയാളമായി കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞു. ടിവി സ്റ്റേഷനിൽ നിന്ന് അവൻക്കൊരു ഫോൺ വന്നു. പെട്ടെന്ന് ആ ഓഫീസിലേക്ക് ഓടിപ്പോയി അവിടെ ഒരു വയസ്സായ ആളുടെ കൂടെ ഇവനെ വീഡിയോ കോളിൽ സംസാരിപ്പിച്ചു. എന്നാൽ അത് ഇവന്റെ അച്ഛനല്ല എന്ന് അറിഞ്ഞതും നല്ല സങ്കടം വന്നു. എന്നാൽ എന്തെങ്കിലും ഒരു ദിവസം നല്ല കാര്യം നടക്കില്ലേ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വിചാരിച്ച പോലെ തന്നെ വീണ്ടും ഒരു ദിവസം ടിവി സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നു. അതിൽ അമേരിക്കയിൽ നിന്ന് ഒരു പെണ്ണ് കോൾ ചെയ്തു. അവളും കൊറിയൻ ലാംഗ്വേജ് നല്ല മറന്നു പോയിട്ടുണ്ട്. കാരണം അവളെ കാണാതായ ദിവസം തന്നെ ആരോ കൊണ്ടുപോയി ഓർഫനേജിൽ ചേർത്തതാണ്. അവിടെ നിന്ന് ഒരു അമേരിക്കൻ ഫാമിലി അഡോപ്റ്റ് ചെയ്തു കൊണ്ടുപോയിരുന്നു. എന്നാൽ ഇവൻക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് തൊട്ടടുത്തുള്ള ഒരു പെണ്ണ് ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുത്തു. അവസാനം നോക്കുമ്പോൾ ആ പെണ്ണാണ് ഇവന്റെ സിസ്റ്റർ. ഇവന്റെ കയ്യിലുള്ള ഡ്രസ്സിന്റെ ബാക്കി ഭാഗം അവളുടെ കയ്യിലുണ്ട്. അവളും ചെറുപ്പത്തിൽ നീ എന്തിനാ എന്നെ ഒറ്റക്കാക്കി പോയതെന്ന് ചോദിച്ചു. അത് കേട്ട ഇവന് വിഷമത്തിൽ അലറി കരയാൻ തുടങ്ങി. കാരണം ഇവൻ അപ്പോ 8 വയസ്സുള്ള ചെറിയ പയ്യനായിരുന്നു. എന്നാൽ ഇത്രയും വർഷത്തിന് ശേഷം കണ്ടുപിടിച്ച് പിരിഞ്ഞുപോയ ഫാമിലി വീണ്ടും ഒരുമിച്ചു.